മോർച്ചറിയിൽ മാത്രമല്ല അവരെ ഇറങ്ങിക്കൊണ്ട് തിരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതായിട്ട് കേട്ടു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാരെ ഇനിയും ബാക്കിയുണ്ട് കിട്ടാനെന്നുള്ളതും കൊണ്ട് അവർ തിരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും ആരെങ്കിലും ബാക്കി കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ വയനാട് സംഭവം ഉരുൾപൊട്ടൽ നമ്മളെ മുന്നിലൂടെ കടന്നുപോയി. ഇനിയൊരു സംഭവം ഇതേപോലത്തെ ഉരുൾപൊട്ടൽ കാര്യങ്ങളില്ലാതിരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുന്നേ സൂചന തലേദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വീഡിയോസൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സൂചന കർശനമാക്കി അവരവിടെ നിന്ന് മാറ്റായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു അല്ലേ ഈ ഒരു സംഭവമൊക്കെ കേൾക്കുമ്പോൾ. എന്തായാലും ഇനിയും ഇതുപോലെയുള്ളൊരു ദുരന്തം ഇന്ത്യയിലെ അല്ലെ ലോകത്തെ ഇല്ലാതിരിക്കട്ടെ, അല്ലെ നമ്മുടെ കേരളത്തിലോ അതുപോലെ എവിടെ തന്നെയും ഇല്ലാതിരിക്കട്ടെ. എന്തായാലും ഇനി നമ്മൾ ചെയ്യേണ്ടത് അവരുടെ അതിജീവനാണ്. അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് നടക്കുന്നതല്ല, ഒരുപാട്